ഹലോ, ഇന്ന് ഞാനും അമ്മയും കൂടെ മാവേലിക്കരയിലേക്ക് പോവാണ് കേട്ടോ. ഇന്ന് നീഞ്ചേട്ടായുടെയും വാവയുടെയും ഫ്രണ്ടിൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പം ഞങ്ങളും കൂടെ പോവാണ് കല്യാണം കൂടാൻ. അപ്പം ഇത് പറവൂർ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ നിന്നാണ് നമ്മൾ മാവേലിക്കരയിലേക്ക് പോകുന്നത്. 5 മണിക്ക് എണീറ്റ് ഒരുങ്ങി പോവായിരുന്നു. ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടില്ല. അവിടെ ചെന്നിട്ട് റൂമിൽ ചെന്നിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇതാണ് എൻ്റെ ഡ്രസ്സ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഇയറിങ് അല്ലായിരുന്നു കേട്ടോ ഞാൻ ശരിക്കും ഇരുന്നത്, വേറെയായിരുന്നു. ഈ SN ലോ കോളേജിൻ്റെ അടുത്തൊരു ഗുലാബി എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അവിടെ ചെന്നപ്പോഴത്തേക്ക് തന്നെ നല്ല കമ്മൽ കിട്ടി. ശരിക്കും കോൺട്രാസ്റ്റ് കമ്മലാണ് ഇടേണ്ടത്, പക്ഷേ എനിക്കിങ്ങനെ സെയിം കളർ ഇടുന്നതാണ് പേഴ്സണലി എനിക്കിഷ്ടം. അതിനെ പെട്ടെന്ന് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ താഴെ ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ വണ്ടിയിൽ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എൻ്റെ ഡ്രസ്സും എൻ്റെ മേക്കപ്പും എല്ലാം. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേ പേരെ മീറ്റ് ചെയ്ത് സംസാരിച്ച് പിന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് അങ്ങനെ നിൽക്കുകയായിരുന്നു. ഇതായിരുന്നു ഓഡിറ്റോറിയം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായാണ് ഒരു ഹിന്ദു മാരേജ് കാണുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ കൂടണം എന്നുള്ളത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വരുന്നതാണ് ചേച്ചി, ശ്രുതി ചേച്ചിയാണ്. ബ്രൈഡാണേലും ഗ്രൂം ആണേലും നല്ല അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ശരിക്കും കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ അടുത്ത് പോയി നിന്ന് താലികെട്ടൊക്കെ കണ്ട് നല്ല രസമായിരുന്നു. കുറേ നേരം ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുക. ഒരു പ്രത്യേക ഫീൽ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇത്രയും അടുത്തും ഇത്രയും ക്രൗഡായിട്ടുള്ള ഒരു വെഡ്ഡിങ്ങിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാണാനൊക്കെ. ഇത് വാച്ചിച്ചിട്ട് നീഞ്ചേട്ടൻ്റെ ഫ്രണ്ട്സാണ്. ഇപ്പോൾ എല്ലാവരുടെയും കൂടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കായിരുന്നു. എനിക്ക് അമ്മയുടെ സാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി കളറില്ലേ, 2 കോമ്പിനേഷൻ അടിപൊളിയാണ് അല്ലേ? നിങ്ങൾക്ക് തോന്നിയോ അങ്ങനെ? അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം നമ്മളവിടെ ചെയറിൽ പോയി ഇരിക്കുകയായിരുന്നു. എന്നിട്ട് എല്ലാവരെയും ഒന്ന് നോക്കുകയായിരുന്നു. അത് കഴിഞ്ഞാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയത്. സദ്യയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സദ്യ. ആദ്യമേ പരിപ്പ് കറിയും നെയ്യും കൂടെ വരും, എന്നിട്ട് അത് കൂട്ടി കഴിക്കും അടിപൊളിയായിട്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അടുത്ത ബെസ്റ്റ് പാർട്ട് പായസം കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ടയേർഡായി. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ തിരിച്ച് നമ്മൾ ഹോട്ടൽ റൂമിലേക്ക് പോവാണ്. അവിടെ ചെന്നപ്പോൾ ചെറിയൊരു തലവേദന. അപ്പോൾ ഞാനൊരു കോഫി ഉണ്ടാക്കി കുടിച്ചു. എനിക്ക് ഗ്ലാസ്സാണ്, കപ്പ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഗ്ലാസ്സിലുണ്ടാക്കി കുടിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഇട്ടുകൊണ്ട് വന്ന കുർത്ത തന്നെയാണ് പിന്നെ കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടത്. അതിനുശേഷം റിസപ്ഷൻ പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ റിസപ്ഷന് വേണ്ടി മേക്കപ്പ് ചെയ്യായിരുന്നു ഞാൻ. അപ്പോൾ ഈ ഒരു ഡ്രസ്സാണ് ഞാൻ വെയർ ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടം. ഗ്രേ എൻ്റെ കയ്യിൽ നേരത്തെ ഉള്ള ഒരു ഡ്രസ്സായിരുന്നു. പിന്നെ കമ്മലൊക്കെ ഇട്ടു, മാലയൊക്കെ കൊടുത്തു. അപ്പം നേരത്തെയൊക്കെ ഗോൾഡൻ ടച്ച് കമ്മലും മാലയൊക്കെ ആയിരുന്നു. ഇതിപ്പോൾ സിൽവറാക്കി, മൊത്തം ഒരു സിൽവറി മയമാണ്. ഇനി ഞങ്ങൾ നേരെ വീട്ടിൽ പോകണം. അവിടെയാണ് റിസപ്ഷൻ നടക്കുന്നത്. ഞങ്ങൾ പക്ഷേ പോകാൻ നേരം കുറേ നേരം ഡിലേ ആയി കേട്ടോ. കുറേ വേറെ ഫാമിലീസും കൂടെ വരാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അകത്ത് കയറിയിരിക്കുമായിരുന്നു. കുറേ നേരം എടുത്ത് 1 മണിക്കൂറെങ്കിലും കഷ്ടിച്ചെടുത്ത് കാണും. വാവ അതിലെ കൂടി ഇങ്ങനെ നടക്കുകയാണ്, അവരെ വെയിറ്റ് ചെയ്ത് എന്താ വരാത്തേന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. വീട്ടിൽ അങ്ങേറ്റം ഇങ്ങേറ്റം വരെ ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് വെച്ചേക്കാണ്. ഞാനിപ്പോഴാണ് വീട് കണ്ടത്. തലേദിവസമൊന്നും ഞങ്ങൾ പോയില്ലായിരുന്നേ. അപ്പോൾ ചെന്നോണ്ട് ഞാൻ അവരുടെ കൂടെ ഫോട്ടോ എടുത്തു. അതാരും വീഡിയോ എടുത്ത് തരാനില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വാവയും നീഞ്ചേട്ടനും എടുത്തു ഫോട്ടോ. പിന്നെ ഞങ്ങൾ പാനിപ്പൂരി കഴിക്കാനായിട്ട് കയറി. അപ്പം പൊന്നു ചേച്ചി ഉണ്ടായിരുന്നു, വാവയും ഞാനും ഉണ്ടായിരുന്നു. ഞങ്ങൾ പാനിപ്പൂരി കഴിച്ചാണ് ഫുഡിൻ്റെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഫുഡിൻ്റെ ഏരിയ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ഞാൻ അപ്പോൾ ഒന്നും എടുത്തില്ല. ഞാൻ ബൺ, പൊറോട്ട, പിന്നെ ചിക്കൻ കറി, ഡക്ക് കറി, അങ്ങനെ എന്തൊക്കെയായിരുന്നു. ഞാൻ എല്ലാം എടുത്തു. ഞാനത് എന്താണെന്ന് നോക്കാൻ പോലും എനിക്ക് പറ്റിയില്ല. ഞാൻ എല്ലാം എടുത്തു, വീഡിയോ എടുക്കുന്നുണ്ടേ. പിന്നെ ബീഫൊക്കെ ഉണ്ടായിരുന്നു, അതെടുത്തു. കൊഞ്ച് കറി ഉണ്ടായിരുന്നു. എല്ലാത്തിനും നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ സാലഡിലേക്ക് പോയി. ഇത് കൂടുതലും ഈ പാസ്തയുടെ വെറൈറ്റീസ് ആയിരുന്നേ. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ എടുത്തു. ഇതൊക്കെ ഒത്തിരി ഒന്നുമില്ല, എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് അങ്ങ് എടുത്തു. പാസ്ത ഓരോന്നും ഓരോ ടേസ്റ്റാണ്, പക്ഷെ എല്ലാം കൊള്ളാം. ഈ കാണുന്ന ഈ 3 വെറൈറ്റിയാണ്, ഓരോ ഫ്ലേവറിലുണ്ടാക്കിയേക്കാണ്. പിന്നെ ഇത് അച്ചാർ എനിക്ക് വേണ്ടായിരുന്നു. പിന്നെ ഇത് മീൻ വറുത്താണ് കേട്ടോ. അപ്പോൾ അതും കൂടെ എടുത്തു. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പം എൻ്റെ കൈ ഫുൾ നിറഞ്ഞ് ഞാനിങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെ പോയി ഇരുന്ന് കഴിക്കണം, അപ്പോഴത്തേക്ക് ഓക്കെ ആവും. അപ്പോൾ ഇതാണ് മൊത്തം എടുത്ത സാധനങ്ങൾ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഐസ്ക്രീമും കുനാഫ എടുത്ത് കഴിച്ചു. ഇതും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതായിരുന്നു കേട്ടോ. അതും നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കുനാഫ കഴിക്കുന്നത്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നെക്സ്റ്റ് അവരുടെ മണിയറ ഒരുക്കലാണ്. ഞാനും ഇത് ഫസ്റ്റ് ടൈം, എല്ലാം ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്നത്. ടി വിയിൽ സിനിമയിലൊക്കെ കണ്ടിട്ടെന്ന് പറഞ്ഞാലും ഇതൊക്കെ ആദ്യമായിട്ടാണ്. അപ്പോൾ പിന്നെ അവിടുത്തെ മിററൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഞാൻ പിന്നെ അവിടുന്ന് ഒരു വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ റോസാപ്പൂ പിച്ചി, അവിടെ കുറച്ച് പിള്ളേരെ ഐറ്റംസ് ഉണ്ടായിരുന്നു, സെറ്റുകൾ. അപ്പോൾ അവർ എല്ലാം റെഡിയാക്കി തന്നു. പിന്നെ ഞങ്ങളിടുമായിരുന്നു, വാവയും ഞാനും പൊന്നു ചേച്ചിയും. അതെല്ലാം കഴിഞ്ഞപ്പോൾ താഴെ ചെന്നപ്പോൾ എല്ലാവരും ഡാൻസ് കളിക്കും. അപ്പോൾ നെഞ്ചേട്ടൻ വാവ ചേച്ചി ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് തപ്പിക്കണ്ടുപിടിക്കൂ. അപ്പോൾ ഇവർ ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പോകാൻ നേരം ഞങ്ങളെന്നാൽ ടീ കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാനൊരു ചോക്ലേറ്റ് ടീയാണ് കേട്ടോ കുടിച്ചത്. ഇത് ശരിക്കും പഞ്ചസാര ഇടുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടെ നിൽക്കുന്നത്. പിന്നെ എനിക്കിത് വാനില എന്തോ ഒരു ഫ്ലേവർ തോന്നി. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ വന്ന് കിടന്നുറങ്ങുവാണ്. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് കോട്ടയത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. 5:30 ആയപ്പോൾ മാവേലിക്കര സ്റ്റേഷനിൽ നിന്ന് കോട്ടയത്തേക്ക് വന്നു. 7 മണിയായെന്ന് തോന്നുന്നു കോട്ടയത്ത് എത്തി. ഇപ്പം നമ്മൾ ഒരാളെ വെയിറ്റ് ചെയ്യാണ്. കുറേ നേരമായിട്ട് പെപ്പീനെയും പൊന്നാനെയും കാത്തൂനെയാണ് കേട്ടോ വെയിറ്റ് ചെയ്യുന്നത്. താണ്ട് ഒരാൾ വരുന്ന കണ്ടോ, നടന്ന്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി ഇവരെയും കൊണ്ട് ഞങ്ങൾ കൊല്ലത്തേക്ക് പോകും. കാത്തും ബേബി ഫസ്റ്റ് ടൈമാണ് ഞങ്ങളുടെ കൂടെ കൊല്ലത്ത് വരുന്നത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എല്ലാവരും നടന്ന് സംസാരിച്ചൊക്കെ വരുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ നിന്ന് കൊല്ലത്തേക്ക് പോകുന്ന ജേണി സൂപ്പറായിരുന്നു. പൊന്നായും കാത്തുമൊക്കെ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്ത് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്തായിരുന്നു. പിന്നെ ട്രെയിനിൽ കയറി അവർക്ക് സൈഡ് സീറ്റൊക്കെ റെഡിയാക്കി നെഞ്ചിടായി കൊടുത്തു. പിന്നെ പിള്ളേരവിടെ സെറ്റായി. പിന്നെ കാത്തുവാണെങ്കിൽ പിന്നെ അപ്പാടെ കൂടെ ആയിരുന്നു. പിന്നെ കുറച്ച് നേരം എൻ്റെ കൂടെ കളിച്ചു. പിന്നെ പൊന്ന കുറച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് കിടന്നുറങ്ങി സുഖമായിട്ട്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. കാത്തും ഫസ്റ്റ് ടൈമാണ്, പൊന്നായും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ. ഇപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ട്രെയിനിലൊക്കെ കയറുന്നത്. അങ്ങനെ സ്റ്റേഷനിൽ ട്രെയിൻ എത്തിക്കഴിഞ്ഞപ്പോൾ പൊന്ന പതുക്കെ ഉണർന്നു. അങ്ങനെ പൊന്നായനെയും കൂട്ടി, എൻ്റെ കയ്യിലാണ് കേട്ടോ പൊന്നായിരിക്കുന്നത്. അപ്പോൾ പൊന്നായനെ കൂട്ടി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. വാവയും പൊന്നു ചേച്ചി ഞങ്ങളുടെ കൂടെയില്ല. അവർ നേരത്തെ കൊല്ലത്തേക്ക് പോയായിരുന്നു, ഞങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ തൻ്റെ വാവയെ കണ്ടതിൻ്റെ സന്തോഷമാണ് കാത്തു കാണിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പതുക്കെ അകത്തേക്കൊക്കെ കയറി. ഇപ്പം പെപ്പി ആദ്യമായിട്ടാണ് വീടൊക്കെ കാണുന്നത്. അപ്പോൾ എല്ലാം ഓടി നടന്ന് നോക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പണ്ട് പഠിപ്പിച്ചൊക്കെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എല്ലാം ഓർമ്മയുണ്ട് അവൾക്ക്. ഞാൻ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഉച്ചയൊക്കെ ആയപ്പോൾ ഞങ്ങൾ നല്ല വിശപ്പായി. അങ്ങനെ കുറേ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. കുഴിമന്തിയും അൽഫാം മന്തിയും അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ കഴിക്കാൻ കേട്ടോ. ഇതിൻ്റെ പേര് ഞാൻ ശരിക്കും മറന്നുപോയി. നല്ല ടേസ്റ്റായിരുന്നു ഇത്. അപ്പോൾ എല്ലാം കൂടെ ഞങ്ങൾ കഴിക്കാൻ ഒരുമിച്ചിരുന്ന്. ഇതിൻ്റെ ഇടയ്ക്ക് അപ്പായ കാത്തുവിന് വാരിയൊക്കെ കൊടുക്കുന്നുണ്ട്. രസമുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഷോട്ട് എടുത്താണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഐസ്ക്രീം മേടിച്ചായിരുന്നു. പിന്നെ അത് കഴിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കാത്തുവിൻ്റെ ഐസ്ക്രീം അവൾ നേരത്തെ കഴിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവൾ ചോക്ലേറ്റ് കഴിക്കുകയാണ് ഞങ്ങൾ ഐസ്ക്രീം കഴിക്കുമ്പം. ബൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കുഞ്ഞു വിശേഷങ്ങളാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. ഇത്ര നേരം കണ്ടിരുന്നതിന് താങ്ക് യു.